പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്ന ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത് രജിസ്റ്റേഴ്സ്, ക്യാഷ്, മെയിൻ മെമ്മറി, ഡിസ്ക് സ്റ്റോറേജ്, ബാക്കപ്പ് സ്റ്റോറേജ്, ഇങ്ങനെയൊരു ഹൈറാർക്കി, മെമ്മറി ഹൈറാർക്കിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് കൊഹറൻസ് പ്രോപ്പർട്ടി. കൊഹറൻസ് പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ത്രൂ റൈറ്റ് ബാക്ക് ക്യാഷസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് കൊഹറൻസ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നോക്കുക, നോട്ട്സ് ഇവിടെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മേളത്തെ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോട്ടുള്ളത്. അപ്പോൾ നമുക്ക് മേളത്തെ ഫിഗറിലേക്ക് പോവാം. കൊഹറൻസ് പ്രോപ്പർട്ടി പറയുന്നത് സെയിം ഇൻഫർമേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ മെമ്മറി ലെവൽസ് എന്നുള്ളതാണ് നമ്മുടെ കൊഹറൻസ് പ്രോപ്പർട്ടി. ഇതാ നോക്കുക, നമ്മുടെ CPU-ൻ്റെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്ററിൽ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡിഫിക്കേഷൻ നമ്മൾ ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യും. സെയിം ബ്ലോക്ക് ഓഫ് ഡേറ്റ തന്നെയാണ് മെയിൻ മെമ്മറിയിലുള്ളതെങ്കിൽ ആ ഡേറ്റയിലും അതേ ചേഞ്ചിനെ റിഫ്ലക്റ്റ് ചെയ്യണം. സെയിം ചേഞ്ച് ഡിസ്ക് സ്റ്റോറേജിലേക്കും ബാക്കപ്പ് സ്റ്റോറേജിലേക്കും വരണം. അതായത് ഒരു ഇൻഫർമേഷൻ ഏത് മെമ്മറി ലെവൽസിൽ നോക്കിയാലും സെയിം ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൊഹറൻസ് പ്രോപ്പർട്ടി പറയുന്നത്. So, coherence property requires that copies of same information item at all memory levels should be consistent. If a word is modified in the cache, copies of the word should be updated at all higher memory levels. Okay. അപ്പോൾ ഒരു ഡേറ്റയ്ക്ക് മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഡേറ്റ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ അപ്ഡേഷൻസ് നടത്താം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ദർ ആർ 2 കാറ്റഗറീസ് ഫോർ ഡേറ്റ അപ്ഡേഷൻ: റൈറ്റ് ത്രൂ ആൻഡ് റൈറ്റ് ബാക്ക്. നിങ്ങൾ ഓൾറെഡി ക്യാഷിൽ കേട്ടിട്ടുണ്ടാകും റൈറ്റ് ത്രൂ ക്യാഷസ് ആൻഡ് റൈറ്റ് ബാക്ക് ക്യാഷസ് എന്നുള്ള പോർഷൻ നിങ്ങൾ ഓൾറെഡി COയിൽ കേട്ടിട്ടുണ്ടാകും. അപ്പം ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഇപ്പോൾ റൈറ്റ് ത്രൂ ക്യാഷ് മീൻസ് എവിടെയെങ്കിലും ഇപ്പോൾ രജിസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ക്യാഷിലോ ഒരു വേർഡ്, ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയോ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതേ ടൈമിൽ തന്നെ ഹയർ ലെവൽസിലും ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ത്രൂ ക്യാഷ് മീൻസ്. ഇപ്പോൾ ഒരു ഡേറ്റ മോഡിഫൈ ചെയ്ത് MIയിലാണെങ്കിൽ ith ലെവലിലുള്ള ഒരു മെമ്മറി മൊഡ്യൂളിലാണ് ഡേറ്റ അപ്ഡേഷൻ വരുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ബാക്ക് അറ്റ് ദി MI+1th level immediately. Okay, at that time we have to ensure the same data should be situated at the M3 also. Okay, അപ്പോൾ അതിനെയാണ് നമ്മൾ റൈറ്റ് ത്രൂ ക്യാഷസ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റ മോഡിഫിക്കേഷൻ വന്നു, അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് MI+1ലേക്ക് അപ്പോൾ തന്നെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ത്രൂ ക്യാഷസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ബാക്ക് ക്യാഷസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ ഈ മോഡിഫൈ ചെയ്ത ഡേറ്റയെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ക്യാഷിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ആ വേർഡിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാഷിൽ ഇപ്പോൾ B എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. ക്യാഷിൽ നിന്ന് നമ്മളതിനെ മെയിൻ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ് എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്താണ് നമ്മൾ റൈറ്റ് ബാക്ക് ക്യാഷസ് ചെയ്യാം. റൈറ്റ് ബാക്ക് ക്യാഷ് മീൻസ് എപ്പോഴാണോ ഒരു ഡേറ്റയോ ഒരു വേർഡോ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയോ നമുക്ക് റിമൂവ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ വേണ്ടത്, ആ സമയത്ത് മാത്രമേ അപ്പർ ലെവൽസിലേക്ക് ഡേറ്റ ചേഞ്ച് ആവുന്നുള്ളൂ അല്ലെങ്കിൽ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ബാക്ക് എന്നുള്ള കൺസെപ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ത്രൂ മീൻസ് ഒരു ചേഞ്ച് വന്നാൽ അത് എല്ലാം സക്സസീവായിട്ട് ഏതൊക്കെ മെമ്മറി ഹയർ ലെവൽസ് ഓഫ് മെമ്മറി എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനും അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തു പോകുന്നതാണ് റൈറ്റ് ത്രൂ. റൈറ്റ് ബാക്ക് മീൻസ് എപ്പോഴാണോ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു വേർഡ് ഓഫ് ഡേറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നത്, ആ സമയത്ത് മാത്രമാണ് ഹയർ ലെവൽസിൽ അപ്ഡേഷൻ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ബാക്ക് ക്യാഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെയിൻ കാറ്റഗറീസ് ഓഫ് ഡേറ്റ അപ്ഡേഷൻസ് മറന്നു പോകരുത്. ഇതാണ് കൊഹറൻസ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്? ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ മെമ്മറി ഹൈറാർക്കി വാസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ പ്രോഗ്രാം ബിഹേവിയർ നോൺ ആസ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പോൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസിന് ബേസിക്കലി നമുക്ക് 3 ഡയമെൻഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ 3 ഡയമെൻഷൻസ് ഓഫ് ലൊക്കാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ മറന്നു പോകരുത്. ടെമ്പോറൽ ലൊക്കാലിറ്റി, സ്പേഷ്യൽ ലൊക്കാലിറ്റി ആൻഡ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. ടെമ്പോറൽ, സ്പേഷ്യൽ ആൻഡ് സീക്വൻഷ്യൽ, ഇങ്ങനെ 3 തരത്തിലുള്ള ലൊക്കാലിറ്റി പ്രോപ്പർട്ടിയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ടെമ്പോറൽ ലൊക്കാലിറ്റി, സ്പേഷ്യൽ ലൊക്കാലിറ്റി ആൻഡ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. അപ്പോൾ എന്താണ് ഈ ടെമ്പോറൽ ലൊക്കാലിറ്റി പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിതിന് മുന്നേ പേജസിൻ്റെ കൺസെപ്റ്റൊക്കെ OSൽ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമായി ലീസ്റ്റ് റീസൺലി യൂസ്ഡ് എന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് സെയിം തന്നെ വരുന്നത് തന്നെയാണിത്. ഇപ്പോൾ ടെമ്പോറൽ ലൊക്കാലിറ്റി മീൻസ് റീസൺലി റെഫറൻസ്ഡ് ഐറ്റംസ് ആർ ലൈക്ലി ടു ബി റെഫറൻസ്ഡ് അഗെയിൻ ഇൻ നിയർ ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് എന്താണ്, നമുക്കിപ്പോൾ ഒരു ലൂപ്പ് എടുക്കാം. നമ്മളുടെ ഒരു ഫോർ ലൂപ്പോ ഒരു വൈൽ ലൂപ്പോ എടുക്കാം. അപ്പോൾ എന്താണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്? ആ ലൂപ്പിനകത്ത് എഴുതിയിട്ടുള്ള സെഗ്മെൻറ്റ് ഓഫ് കോഡ് ഏതാണോ ആ കോഡ് നമ്മൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വരെയും ആ ഒരു പെർട്ടിക്കുലർ കോഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ടെമ്പോറൽ ലൊക്കാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി റെഫറൻസ്ഡ് ഐറ്റംസ് ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും നിയർ ഫ്യൂച്ചറിൽ അഗെയിൻ റെഫറൻസ് ചെയ്യാം. അതിനെയാണ് ടെമ്പോറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൂപ്പ് പോർഷൻസ് എല്ലാവരും ഓർമ്മിച്ചിരുന്നാൽ മതി. സാധാരണ അറിയാം, നമുക്ക് ആ ലൂപ്പിൻ്റെ കണ്ടീഷൻസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വരെയും ആ ഒരു ലൂപ്പിനകത്തുള്ള പെർട്ടിക്കുലർ കോഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് OSനകത്ത്. ഓക്കെ, ഇനി അടുത്ത ഡയമെൻഷനാണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്പേഷ്യൽ ലൊക്കാലിറ്റി? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഫോർ എ പ്രോസസ് ടു ആക്സസ് ഐറ്റംസ് ഹൂസ് അഡ്രസ്സസ് ആർ നിയർ വൺ അനദർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇത് നമ്മുടെ സ്പേഷ്യൽ ലൊക്കാലിറ്റിയുടെ കേസിൽ നിങ്ങൾ നമ്മുടെ ഫംഗ്ഷൻ കോളോ അല്ലെങ്കിൽ അറേ എലമെൻറ്റ്സിൻ്റെ കാര്യം ഓർമ്മിച്ചിരുന്നാൽ മതി. അറേയുടെ പ്രത്യേകത എന്താണ്? 0th ഇൻഡെക്സിനകത്തുള്ള മെമ്മറി ആക്സസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ ടു ദി ഫസ്റ്റ് ഇൻഡെക്സ് ആൻഡ് ദെൻ സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, അങ്ങനെ പോകും. അപ്പോൾ അറേയുടെ സൈസ് എവിടം വരെയാണോ പോകുന്നത് അതുവരെ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ ഈ സ്പേഷ്യൽ ലൊക്കാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ടെൻഡൻസി ഫോർ എ പ്രോസസ് ടു ആക്സസ് ഐറ്റംസ് ഹൂസ് അഡ്രസ്സസ് ആർ നിയർ വൺ അനദർ. ഞാൻ ഈ ഒരു പോർഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടെൻഡൻസി ഫോർ എ പ്രോസസ് ടു ആക്സസ് ഐറ്റം ഹൂസ് അഡ്രസ്സസ് ആർ നിയർ വൺ അനദർ. അതുപോലെ തന്നെ ഇപ്പോൾ ഫംഗ്ഷൻ കോളിലാണെങ്കിൽ നമുക്കറിയാം, എവിടെ വെച്ചിട്ടാണോ മെയിൻ ഫംഗ്ഷന് കോൾ ചെയ്യുന്നത് ആ സമയത്ത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ കൺട്രോൾ എങ്ങോട്ടേക്ക് പോകും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ്റെ കോഡ് കഴിഞ്ഞിട്ട് മാത്രമേ മെയിനിലോട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ഡയമെൻഷനാണ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. സീക്വൻഷ്യൽ ലൊക്കാലിറ്റി മീൻസ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോളോസ് എ സീക്വൻഷ്യൽ ഓർഡർ അൺലെസ് ബ്രാഞ്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഒക്കേഴ്സ്. ഓക്കെ, സീക്വൻഷ്യൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 1 by 1 ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതെന്താണ് ഈ സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്? എന്താണ്, ഒരു സീക്വൻഷ്യൽ ഓർഡർ തന്നെയായിരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ നടക്കുക. എവിടം വരെ നടക്കും? എവിടെ വെച്ചിട്ടാണോ ഒരു ബ്രാഞ്ച് നടക്കുന്നത് അല്ലെങ്കിൽ ജമ്പ് കണ്ടീഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ജമ്പ് 0, ജമ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൂപ്പ് കണ്ടീഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് വരെയും സീക്വൻഷ്യൽ ലൊക്കാലിറ്റിയിലാണ് ഡയമെൻഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നുള്ള ടോപ്പിക്സിൽ വരുന്ന 3 ഡയമെൻഷനാണ് ടെമ്പോറൽ ലൊക്കാലിറ്റി, സ്പേഷ്യൽ ലൊക്കാലിറ്റി ആൻഡ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. ഇതിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ലൂപ്പാണോ അറയാണോ അതുപോലെ തന്നെ ജമ്പാണോ അങ്ങനെയുള്ള 3 കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പേര് ഓർമ്മിച്ചിരിക്കുക. എക്സാമിന് ഇത് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.